നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ഈ കൊച്ചു കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ചില മരവാണങ്ങളാണ് സംഘികൾ. ഈ സംഘികളിൽ തന്നെ പല വിഭാഗമുണ്ട്. നോർമൽ സംഘിയുണ്ട്, പിന്നെ മറ്റേ കാഷായ വസ്ത്രം ധരിച്ച് വിവരമില്ലാത്ത വിവരദോഷികളായിട്ടുള്ള സംഘികളുണ്ട്, പിന്നെ രാഷ്ട്രീയത്തിലുള്ള സംഘികളുണ്ട്. ഒരു കൂമ്പാരം തന്നെ നമ്മുടെ ഈ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം മലപ്പുറം തിരുനാവായിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില വാർത്തകളാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചാരത്തിലായിരിക്കുന്നത്. കാരണം ഈ കുംഭമേള മലപ്പുറം ജില്ലയിൽ വരുന്നത് അവിടുത്തെ മുസ്ലിങ്ങൾ തടയും അല്ലെങ്കിൽ ഇതിവിടെ നടത്താൻ പാടില്ല എന്ന തരത്തിൽ ഒരു വ്യാജമായിട്ടുള്ള വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ധ്രുവീകരണം ഉണ്ടാക്കി അതിലൂടെ വോട്ട് നേടാൻ വേണ്ടി ശ്രമിക്കുന്ന മന്ദബുദ്ധികളാണ് ഈ സംഘികൾ. ഈ സംഘിക്ക് മിനിമം ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരം എന്ന് പറയുന്നത് അടുത്തൂടെ പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ നഹറികൾ പല പ്രാവശ്യം വന്ന് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇറക്കി വിടാൻ നോക്കി. നിങ്ങൾക്കറിയാലോ, ശബരിമലയിലൊരു സംഭവം അറിയാമല്ലോ. പണ്ട് നമ്മുടെ ഉള്ളിച്ചേട്ടൻ ശബരിമലയിൽ മറ്റേ ഇരുമുടിയും കെട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ ഇവന്മാർ എവിടെ എന്ത് പരിപാടി നടത്തിയാലും അതൊക്കെ പൊളിഞ്ഞ് പണ്ടാരം അടങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള സന്യാസി എന്ന് പറയുന്ന ഒരു വേട്ടാവളി, ഇവനെ നമുക്ക് സന്യാസി എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു സന്യാസി കാണിക്കേണ്ട രീതിയോ അതിന്റെ വാക്കുകളോ അല്ല ഇവന്റെ ഈ വൃത്തികെട്ട സെപ്റ്റിക് വായിൽ നിന്നും പുറത്തോട്ട് ചാടിയത്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു വേട്ടാവളിയൻ. അവൻ പറഞ്ഞെന്താണ്, നിന്റെ ഒന്നും ബാപ്പാടെ വകയല്ല ഇത്, ഞങ്ങൾ നടത്തി കാണിക്കും, ഞങ്ങൾക്ക് നടത്താൻ അറിയാന്ന്. ഇവിടെ ഒരൊറ്റ മുസൽമാൻ പോലും ഈ ഹൈന്ദവ മത വിശ്വാസങ്ങളോ ആചാരങ്ങൾക്കെതിരെയോ എവിടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പോസ്റ്റ് ഇടുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇവന്മാരുടെ ക്രിയേറ്റിവിറ്റിയാണ്. കാരണം ഇവന്മാർ മന്ദബുദ്ധികളാണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇവന്മാർ തന്നെ ഒരു സംഭവം കൊണ്ടുവന്നിടും, ആ സംഭവം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെ അത് പൊളിച്ചടിക്കാൻ അങ്ങോട്ട് കയ്യിലോട്ട് കൊടുക്കും. ഇപ്പം സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴത്തേക്ക് സംഖ്യകൾക്ക് വേണ്ടി ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാന്തരം വേട്ടാവളിയൻ, ചാണക പൊട്ടൻ, പിന്നെ നമ്മുടെ ലസിത അമ്മായി. ഈ അമ്മായി ഇവര് അതുപോലെ തന്നെ മറ്റേ വർഗീയതര കാളകൂട വിഷം ചീറ്റുന്ന വിഷപ്പാമ്പുണ്ടല്ലോ, അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വലിയ രീതി. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് മറ്റേ പെരുവരൽ തൊട്ട് ഉച്ചി വരെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് കയറും. ആർക്ക്? സംഘികൾക്ക്. അല്ലാതെ ഇവിടുത്തെ നല്ല ക്രൈസ്തവർക്കോ നല്ല ഹിന്ദുമത വിശ്വാസികൾക്കൊന്നും ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ രണ്ട് വീഡിയോ ഒന്നും കാണാതെ പോയാൽ ശരിയാത്തില്ല. ആദ്യത്തെ ഈ പൊട്ടം പറയുന്നത് എന്താണെന്ന് കേട്ടോ. മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന കുംഭമേള തടഞ്ഞ് സർക്കാർ. നിങ്ങൾക്ക് ഇതിൽ വല്ല അത്ഭുതം തോന്നുന്നുണ്ടോ? എനിക്കിതിലൊരു അത്ഭുതം തോന്നുന്നില്ല കേട്ടോ. കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഈ കുംഭമേളയുടെ ഒരുക്കങ്ങൾ ഇതുവരെ എങ്ങനെയാണ് എത്തിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് തടഞ്ഞതിൽ ഒരു അത്ഭുതവും തോന്നുന്നില്ല. അതിവിടെ നടക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ നടപ്പിക്കാൻ പാടില്ലാത്തതാണ്. എന്താണെന്നറിയോ, നമ്മുടെ പൂർവികരായിട്ട് തന്നെ നമ്മളെ കുറിച്ച് മതങ്ങളുടെ പേരിൽ ഇങ്ങനെ വേർതിരിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതില് മുസ്ലിം എന്ന് പറയുന്ന മതവിഭാഗക്കാരെ അവർ 5 നേരം നിസ്കരിക്കണം, പള്ളിയിൽ പോകണം, കുട്ടികളാണെങ്കിൽ മദ്രസയിൽ പോകണം, വാങ്ക് വിളിക്കണം, പുണ്യനാടായ മക്കയിൽ ഹജ്ജിന് പോകണം, അങ്ങനെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് നല്ലൊരു മുസ്ലിമായിട്ട് ജീവിച്ച അവൻ സൂപ്പർ, അവൻ മതേതരൻ. ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതവിഭാഗക്കാർ അവരും ഇതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകണം, അവർക്ക് കൂട്ടായ്മകളുണ്ട്, വേദപാഠ ക്ലാസുകളുണ്ട്, പള്ളിയിലച്ഛന് പ്രത്യേകതരം വേഷങ്ങളുണ്ട്, കന്യാസ്ത്രീമാരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകതരം വേഷങ്ങളുണ്ട്. അതൊക്കെ ഇട്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ ഇറങ്ങി നടക്കാം. അങ്ങനെ അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് ജീവിച്ച അവര് നല്ല സൂപ്പർ, നല്ല ക്രിസ്ത്യാനി. പിന്നെ മതേതരന്മാർ. ഇനി ഹിന്ദുക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട്. അവർ അമ്പലത്തിൽ പോയ വർഗീയത, അവർ കാവി ഉടുത്ത വർഗീയത, അവർ കുംഭമേള നടത്തിയ വർഗീയത, അവർ ഗണപതി പൂജ നടത്തിയ വർഗീയത. അങ്ങനെ അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്ത് തന്നെ അനുഷ്ഠിച്ചാലും അത് വർഗീയത. അവര് സമൂഹത്തിൽ വർഗീയവാദികൾ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഈ കുംഭമേള നടന്നതിൽ വലിയ അതിശോക്തി ഒന്നും തോന്നാതിരുന്നത്. ഏതാണ് ഈ മലവാണം? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഗണപതി പൂജ നടത്തിയാൽ വർഗീയത, കുംഭമേള നടത്തിയാൽ വർഗീയത. ആരാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ഇവിടുത്തെ നല്ല ഹൈന്ദവ മത വിശ്വാസികൾ, അവർക്കറിയാം ഇവിടെ ആരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നതെന്നുള്ളത്. ഇവിടെ ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള നിന്നെപ്പോലുള്ള ചില മരവാണങ്ങളില്ലേ, അതായത് സംഘി പൊട്ടന്മാർ, നീയൊക്കെയാണ് ഈ നാടിന്റെ ശാപം. ഇനി നമ്മുടെ ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്, അതുകൊണ്ടൊന്ന് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. പറയാനുള്ളത് കുംഭമേളയെ പറ്റിയാണ്. എല്ലാവരും അറിയാലോ, 2026 ജനുവരി 18-ാം തീയതി മുതൽ ഫെബ്രുവരി 3-ാം തീയതി വരെ കുംഭമേള നമ്മുടെ തിരുനാവായിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പം അതിന് കുറച്ച് ആൾക്കാർ തടസ്സം നിൽക്കുന്നതായിട്ട് കണ്ടു. അത് ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. അതിനു മുമ്പേ 2-3 ചോദ്യങ്ങൾ പിണറായി വിജയേട്ടനോട് ചോദിക്കാനുണ്ട്. ഈ കുംഭമേള മലപ്പുറത്തായതുകൊണ്ടാണോ നിങ്ങളുടെയൊക്കെ വിഷയം? ആണെങ്കിലൊന്ന് പറയണം. അതുകൊണ്ടാണോ നോട്ടീസ് വന്നത്? ഈ മുസ്ലിം ലീഗിന്റെ മതേതരത്വമൊക്കെ പോയോ? ഇത് പിണറായി വിജയൻ എന്ന അവരോട് തന്നെയാണ് ചോദിക്കുന്നത്. CPM-ന്റെ മതേതരത്വവും പോയോ? ഹിന്ദുവിന്റെ ആചാരം സംരക്ഷിക്കാൻ ഹിന്ദുക്കൾക്ക് അവകാശമില്ലേ
ഇല്ലേ പിണറായി വിജയേട്ടാ? ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് കുംഭമേള തടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാനായിട്ട് പറഞ്ഞു തരണോ? വേണ്ട. എഴുത്തച്ഛന്റെ പ്രതിമ നിർമ്മിക്കാൻ പറ്റാത്ത, അതായത് സാധിക്കാത്ത ഈ ഒരു മലപ്പുറത്ത്, ആ ജില്ലയിലെ തിരുനാവായയിൽ എന്തുകൊണ്ട് കുംഭമേള അനുവാദം നിഷേധിക്കുന്നു? അതാണ് അറിയേണ്ടത്. അത് സർക്കാരാണ് മറുപടി പറയേണ്ടത്. കോൺഗ്രസിന്റെ നിലപാടും വ്യക്തമാക്കണം. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. ഇതൊരു വിശ്വാസി സമൂഹത്തിന്റെ ചടങ്ങാണ്. ആ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സർക്കാരിനും പറ്റില്ല. ആണോ? ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം, സർക്കാരിന് എന്ത് അവകാശം? ഹിന്ദുക്കളുടെ വിശ്വാസത്തെ, ആ വിശ്വാസത്തെയാണ് നിങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നത്. കുറെ ആൾക്കാർ ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്? ഒരുവിധ ആൾക്കാരൊക്കെ നമ്മളെ പിണറായി വിജയേട്ടന് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അനുഭവിക്കുക. നിങ്ങൾ കണ്ടല്ലോ, ഒരു മലപ്പുറം, ആ ഒരു മലപ്പുറത്തായതുകൊണ്ട് മതേതരത്വം, മതസ്പർദ്ധ എന്താണല്ലേ ഇവിടെ നടക്കുന്നത്? നാണവും മാനവും ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ? പിണറായി വിജയേട്ടനോടാ ചോദിക്കുന്നത്. ഇതിനുള്ള മറുപടി നിങ്ങൾ തരൂല. കാരണം എല്ലാവരിലേക്കും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം മൗനമാണ്. ആ മൗനം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കുംഭമേള എന്നൊരു വലിയൊരു ഉത്സവത്തിന് വരവേൽക്കാനായിട്ട് ഞാനും ഉണ്ടാവും കൂടെ. ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനൊന്നും ആർക്കും അവകാശമില്ല അല്ലേ? അപ്പം തീർച്ചയായിട്ടും കുംഭമേള നടക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പൊ ചാച്ചി പറഞ്ഞത് കേട്ടല്ലോ. 2-3 ചോദ്യങ്ങൾ നമ്മുടെ പിണറായി ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. ഇതിനുള്ളൊരു ഉത്തരം ചേട്ടൻ നൽകുവോ? നിന്നെപ്പോലുള്ള മരവാണങ്ങൾക്ക് ഉത്തരം നൽകാനിരിക്കുകയല്ലേ ഇവരൊക്കെ. പിന്നെ ഞങ്ങളെപ്പോലുള്ള ചില ആൾക്കാരുണ്ട്, നീയൊക്കെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് പറയും കേട്ടോ. ഈ മലപ്പുറം ജില്ലയിൽ കുംഭമേള വരുന്നതിന് അവിടെ മുസ്ലിങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. ഈ കുംഭമേള നടത്താൻ പോകുന്ന സംഘാടകർ അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ വേട്ടാവളിയനും വേട്ടാവളിയത്തേക്ക് വന്നിരുന്നുകൊണ്ട് പച്ചയ്ക്ക് അങ്ങോട്ട് വർഗീയത പറഞ്ഞു വിടുന്നത്. അതായത് ഈ കുംഭമേള നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന തിരുനാവായയിലേക്ക് എത്തും. അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സൗകര്യം അവിടെ ഇല്ല. അവിടെ ഒരു പാലം പണിയുന്നുണ്ട്. ആ പാലത്തിന് അത്ര തന്നെ ഒരു വിശ്വാസീയതയില്ല. അപ്പം ഇത് സർക്കാരിനോട് ഈ കുംഭമേള നടത്താൻ പോകുന്ന സംഘാടകരാണ് അങ്ങോട്ട് പറഞ്ഞത് ഇത് അനുമതി ഇപ്പം തരാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടുത്തെ ഒരൊറ്റ മുസൽമാൻ പോലും കുംഭമേള നടത്തരുതെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്ന് അമ്മച്ചി ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. കാരണം ഈ തലയ്ക്കകത്ത് ചാണകം കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അപ്പം കുംഭമേള നടത്താൻ ഞാൻ അവിടെ ഉണ്ടാകും കേട്ടോ. കാരണം ചേച്ചി ഒറ്റക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുംഭമേളയൊക്കെ അങ്ങ് നടക്കും. എൻ്റെ പൊന്നു ചേച്ചി, ഈ കുംഭമേള നടക്കുന്നിടത്ത് നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ നാഗസന്യാസിമാരെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കാം. തുണിയില്ലാതെയും തുണി ഉടുക്കാതെയും കോണവും ചുറ്റിയൊക്കെയാണ് ഇവർ വരുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറിനോട് അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം തന്നെയാണ് അതിനെ എതിർത്തതും. കാരണം ഇത്തരം കൾച്ചറൊന്നും ഈ ഹിന്ദുമത വിഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളതേ അല്ല എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ചില മണ്ടന്മാരായിട്ടുള്ള പൊട്ടൻ സന്യാസിമാരൊക്കെ വന്നിരുന്നുണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ എത്രത്തോളം ഉണ്ട് അവരുടെയൊക്കെ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ 2 വേട്ടാവളിയനും വേട്ടാവളിയത്തിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? മലപ്പുറം ജില്ലയിലായതുകൊണ്ടാണ് മതേതരത്വമൊക്കെ എവിടെ പോയി ലീഗുകാരുടെ CPM-ന്റെ വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ഹിന്ദു സമൂഹത്തോട്. ഇങ്ങനൊന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. വോട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ അവരോട് കാണിക്കുന്നത്? എന്തായാലും ചേച്ചിക്കുള്ള മറുപടി നമ്മുടെ സഖാക്കന്മാരും അതുപോലെ കോൺഗ്രസിൻ്റെ ആൾക്കാരും ഒക്കെ വഴിയെ കമൻ്റായിട്ട് അങ്ങോട്ട് തരും, കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരെയ്ക്ക് എല്ലാവർക്കും